വാളയാർ കേസിൽ പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് കുട്ടികളുടെ ചെറിയച്ഛൻ. അതായത് CBI റിപ്പോർട്ടിനെ ശരിവെക്കുന്ന തരത്തിലാണ് ചെറിയച്ഛൻ്റെ വെളിപ്പെടുത്തലുകൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. 13-കാരിയുടെ മരണത്തിൽ മൊഴി കൊടുക്കാൻ 9 വയസ്സുകാരി അന്ന് ജീവിച്ചിരുന്നപ്പോൾ അമ്മ അനുവദിച്ചില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല വീട്ടിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ ചെറിയച്ഛൻ പറയുമ്പോൾ CBI അന്വേഷണത്തിലെ നിർണായകമായ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ നിർണായകമായ റിപ്പോർട്ടുകൾ നമ്മളെയൊക്കെ ഒന്നുകൂടി ചിന്തിപ്പിക്കുകയാണ്. അപ്പോൾ ഈ അമ്മ കാണിച്ചതൊക്കെ നാടകമായിരുന്നു, തലമൊട്ടയടിച്ചും സമരം നടത്തിയതുമൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള ചോദ്യം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഓർമ്മ വരുന്നത് ഈ സേതുറമയ്യർ CBI എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. ആ സിനിമയ്ക്കകത്ത് ടൈലർ മണി എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്, ജഗദീഷ്. ആ ജഗദീഷ് പിന്നെ ഈ കൊലപാതകം നടത്തിയിട്ട് പൗരസമിതി രൂപീകരിച്ച് CBI അന്വേഷണത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യുകയും ഒടുവിൽ CBI വന്നിട്ട് ടൈലർ മണിയെ തന്നെ പൊക്കിക്കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു തമാശ രൂപത്തിൽ പറഞ്ഞതല്ല, അതേ രൂപത്തിലാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാര്യം വാളയാർ പെൺകുട്ടികൾക്ക് വേണ്ടി കേരളം ഒന്നാകെ അവർക്ക് എന്താണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇനി ഒരു കുട്ടികൾക്കും ഈ ഒരു ഗതി വരരുത് എന്ന് കരുതി ധൈര്യസമേതം പറഞ്ഞ സമൂഹമാണ് കേരളത്തിലേത്. ഇതിലെ പ്രതികൾ എന്ന് പറയുന്നത് CPMുമായി ബന്ധപ്പെട്ട ചില പ്രതികളായിരുന്നു ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്. അവരെ രക്ഷിക്കാനുള്ള ചില കളികൾ അതിൽ നടന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതിനെതിരായിക്കൊണ്ട് സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ സർക്കാരിനെ വിമർശിക്കുകയും വാളയാർ കുഞ്ഞുങ്ങൾക്ക് നീതി വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായി സമരരംഗത്തിറങ്ങുകയും ചെയ്ത ആളുകളാണ് ഇവിടെയുള്ള ആളുകൾ. പക്ഷേ ഇതിൽ കേരള പോലീസ് അന്വേഷിച്ചു, പിന്നീട് അത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച സമയത്ത് ക്രൈംബ്രാഞ്ച് ഈ കുട്ടികളെ ദുരുപയോഗം ചെയ്ത് കെട്ടിത്തൂക്കിയതാണ് എന്ന രീതിയിലുള്ള ഒരു കണ്ടെത്തലിലേക്ക് പോവുകയും ആ പ്രതികളെ കൃത്യമായ നിയമത്തിന് മുന്നിൽ ഹാജരാക്കുകയും, പക്ഷേ ആ വാളയാർ കേസുമായി ബന്ധപ്പെട്ട ആ പ്രതികൾക്ക് കൃത്യമായി ശിക്ഷ ഉറപ്പുവരുത്താൻ ആർക്ക് കഴിഞ്ഞില്ല? പോലീസിന് കഴിഞ്ഞില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അന്ന് മുതൽ ദിവസങ്ങളോളമല്ല മാസങ്ങളോളം സമരരംഗത്തായിരുന്നു ഈ പറയുന്ന വാളയാർ കുട്ടികളുടെ അമ്മ. ഒപ്പം അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി പോയ ദളിത് സംഘടനകളുണ്ട്, പരിസ്ഥിതി സംഘടനകളുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മുൻനിരയിലെത്തി ഈ പറയുന്ന സമരത്തെ നയിക്കാൻ വേണ്ടി പോയിട്ടുള്ള സാമൂഹിക അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. ഇവരൊക്കെ യഥാർത്ഥത്തിൽ വിഡ്ഢികളായി എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ CPMും DYFI ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട്, ഇപ്പോൾ നിങ്ങൾ സമരം നടത്തിയിട്ട് എന്തായി? അതിനെ ന്യായീകരിക്കാനുള്ളൊരു കാര്യമായിട്ടാണ് ഇപ്പോൾ ഇവരിതിനെ എടുക്കുന്നത്. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഈ പോലീസ് അന്വേഷിച്ചിട്ട് പോലും അന്ന് യഥാർത്ഥ പ്രതികൾ ആരാണ് എന്ന് അവർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. CBI വന്നപ്പോൾ CBI ഈ കേസിനെ വിശദമായി പഠിക്കുകയും അതിലെ ഓരോ ആളുകളെയും ചോദ്യം ചെയ്യുകയും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് വിശദമായി പറയിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അവിടെ നിന്നാണ് CBIക്ക് ഈ അമ്മയിലേക്കും രണ്ടാം അച്ഛനിലേക്കും കാര്യങ്ങളെ എന്നെത്തിക്കുന്ന ലിങ്കുകൾ കിട്ടുന്നത്. നോക്കണം, ഒരു അടച്ചുറപ്പില്ലാത്തൊരു വീടാണ് ഈ കുട്ടികളുടെ വീട് എന്ന് പറയുന്നത്. അവിടെ 13 വയസ്സും അതുപോലെ തന്നെ 9 വയസ്സുമുള്ള 2 പെൺകുട്ടികൾ. ഈ പെൺകുട്ടികൾ ഉള്ള ഒരു വീട്ടിലാണ് രാത്രി ചീട്ട് കളിക്കാൻ വേണ്ടി ആളുകൾ വരുന്നു, മദ്യപിക്കാൻ വേണ്ടി ആളുകൾ വരുന്നു. സ്ഥിരമായിട്ട് ആ വീടിനുള്ളിൽ ഒരു പ്രൈവസി ഇല്ലാത്ത രീതിയിൽ ആളുകൾ കിടന്ന് കറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. ഈ അമ്മയുമായി ബന്ധപ്പെട്ട് നിരന്തരമായ നിരവധിയായുള്ള ആരോപണങ്ങളുണ്ട്. അതെന്തോ ആവട്ടെ, അതായത് ഈ അച്ഛനും അമ്മയ്ക്കും വെള്ളമടിക്കാനോ ഇനി ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഷീട്ട് കളിക്കാനോ ഇനി അതല്ല വേറെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് അവരുടെ സ്വാതന്ത്ര്യം. പക്ഷേ ഈ 2 പെൺകുട്ടികളുള്ള ഒരു റൂമിനകത്തേക്ക് ഇത്രയധികം ആളുകളെ വിളിച്ച് കയറ്റുകയും ഇവർക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഈ കുട്ടികളെ ചൂഷണം ചെയ്യാനുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കുകയും ചെയ്തത് ഇവർ തന്നെയാണ് എന്നതാണ് ഇപ്പോൾ CBI കണ്ടെത്തിയിരിക്കുന്നത്. ലൈംഗികപരമായിട്ട് ഈ കുട്ടികളെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നും അതിന് ഈ അമ്മ കൂട്ടുനിന്നിട്ടുണ്ട് എന്നും അമ്മ ഇത് പുറത്ത് പറയരുത് എന്നുള്ള നിലയിൽ ഈ കുട്ടികളെ ഭീഷണിപ്പെടുത്തി എന്നുമാണ് പറയുന്നത്. 13 വയസ്സുകാരി തൂങ്ങി മരിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്ത് ആലോചിക്കണം, 13 വയസ്സുകാരിക്ക് തൂങ്ങി മരിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടോ, അറിയാമോ, തൂങ്ങി മരണം എന്താണെന്ന് അറിയാമോ എന്ന് പോലും എനിക്ക് സംശയമാണ്. യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് തൂങ്ങി മരണത്തെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഭയമായിരിക്കും. ആ കുട്ടിയെ തൂക്കിയതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. പക്ഷെ അതെങ്ങനെ സംഭവിച്ചു? ഈ കുട്ടിയുടെ കാലിൽ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചതിൻ്റെ പാടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആരാണത് ചെയ്തത്? ഈ കുട്ടിയെ നിരന്തരമായി ലൈംഗികപരമായുള്ള ചൂഷണങ്ങൾക്ക് വിധേയമാക്കുകയും അത് കണ്ട് അമ്മ മൗനമായി നിൽക്കുകയും അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് നിൽക്കുകയും ചെയ്തു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ഈ കുട്ടി തൂങ്ങി നിന്നതിന് ശേഷം
പിറ്റേന്ന് പോലീസ് വരുന്ന സമയത്ത് പോലീസിന് മൊഴി കൊടുക്കാൻ വേണ്ടി 9 വയസ്സുകാരി ശ്രമിച്ചപ്പോൾ ആ 9 വയസ്സുകാരിയെ ഈ അമ്മ ഒരു നാടകം കളിച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്? 9 വയസ്സുകാരിയുടെ മൊഴിക്ക് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടാവില്ല, പക്ഷേ എങ്കിൽ പോലും അത് പോലീസിന് കൃത്യമായിട്ടൊരു ലിങ്കിലേക്ക് എത്താൻ സഹായകമാകുമായിരുന്നു. പക്ഷേ പോലീസ് ബോധത്തെ ഭയന്നു. നമ്മുടെ സമൂഹത്തിൽ പൊതുബോധമുണ്ടല്ലോ, സ്ത്രീ സുരക്ഷ, 2 മരണപ്പെട്ട കുട്ടികളാണ്, കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മരണപ്പെട്ട കുട്ടികൾക്ക് ഈ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ അമ്മയ്ക്ക് നേരെ കേസെടുക്കുകയാണെങ്കിൽ പോലീസിന് നേരെ തന്നെ വലിയ പ്രശ്നമുണ്ടാകും, സർക്കാരിന് നേരെ പ്രശ്നമുണ്ടാകും എന്നുള്ള ബോധ്യത്തിൽ നിന്ന് പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പോലീസ് നിന്നു, അല്ലെങ്കിൽ പോലീസിൻ്റെ ഗതികേട് കൊണ്ട് അവരങ്ങനെ നിന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കൃത്യമായി സ്വാതന്ത്ര്യപരമായി സ്വതന്ത്രമായി അന്വേഷിക്കാനുള്ളൊരു രീതി പോലീസിനുണ്ടായില്ല. പോലീസാണ് ഇത് ചെയ്തതെങ്കിൽ എന്താണ് ഉണ്ടാവുക? ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം കൂടി പോലീസിനെ ആക്രമിക്കുന്ന രീതിയിലേക്ക് പോകുമായിരുന്നു. അതുകൊണ്ട് പോലീസ് അത് ചെയ്തില്ല. 2ാമത്തെ കുട്ടിയും മരണത്തിലേക്ക് പോകുന്ന ഒരു ദുരവസ്ഥയുണ്ടായില്ലേ? ഇതും ഇവർ നോക്കി നിന്നില്ലേ? ഈ എന്തൊക്കെയോ ചില കാരണങ്ങൾ പുറത്തു പറയും എന്നുള്ളത് കൊണ്ടാണ് ഈ കുട്ടികളുടെ മരണത്തിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത്. എന്തെങ്കിലും കാര്യങ്ങൾ ഈ കുട്ടി കണ്ടിട്ടുണ്ടോ? ഈ കുട്ടി എന്തെങ്കിലും വിളിച്ചു പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇനി അതല്ല, കുട്ടി ഈ 13 വയസ്സുകാരിയായ കുട്ടി ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധിച്ചിട്ടുണ്ടോ? ആ സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എതിർത്തതിന് ശേഷം ഈ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയതാണോ? ഇതൊക്കെയായിരുന്നു സംശയങ്ങൾ. കൃത്യമായി CBI കുറ്റപത്രത്തിലൂടെ ഇതിനെല്ലാം വ്യക്തമായ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ആ ഉത്തരം എങ്ങനെയാണ് ഈ കുട്ടി കൊല്ലപ്പെട്ടത്, ആരാണ് അതിൻ്റെ പിന്നിൽ എന്നുള്ള കാര്യത്തിൽ കുറ്റപത്രം അവർ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ഏറെക്കുറെ കാര്യങ്ങളിൽ ഈ 2ാം അച്ഛനും ഈ കുട്ടികളെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ മോശമല്ലായിരുന്നു എന്ന കാര്യം പുറത്തു വന്നിട്ടുണ്ട്. 2ാം അച്ഛൻ മോശമല്ലായിരുന്നു എന്ന് പറയുന്നത് അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി പല കാര്യങ്ങളും അയാൾ മിണ്ടാതിരുന്നു, സഹിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന വാർത്തകൾ. എന്നിട്ട് 1ാമത്തെ കുട്ടി മരണപ്പെട്ട ശേഷം 2ാമത്തെ കുഞ്ഞിനെ, പെറ്റ വയറല്ലേ, 2ാമത്തെ കുഞ്ഞിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ഇവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഇത് വലിയൊരു പ്രശ്നമായപ്പോൾ തന്നിലേക്ക് ഈ കേസ് വരാതിരിക്കാനും ഈ പ്രതികൾക്ക് നേരെ മനഃപൂർവ്വം ഈ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഇവരുടെ നേരേക്ക് മാത്രം ഈ കുഞ്ഞിൻ്റെ മരണത്തെ കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടി മനഃപൂർവ്വമായൊരു നാടകം ഇവർ നടത്തി. ഈ പ്രതികൾക്ക് ആർക്കും പറയാൻ പറ്റില്ലല്ലോ ഇവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഇവർക്ക് സപ്പോർട്ടാണ് എന്നൊന്നും പറഞ്ഞാലും ഈ പ്രതികൾ കുടുങ്ങും. അതുകൊണ്ട് അത് പ്രതികൾ പറയില്ല എന്ന ഉറച്ച ബോധ്യം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ അട്ടിമാറി ഒരു വലിയ നാടകം ഇവർ നടത്തി എന്നാണ് ഇപ്പോൾ CBI പറയുന്നത്. ഏറ്റവും ദുഃഖകരം, ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ. സ്വന്തം പ്രസവിച്ച, അതായത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ നടത്തിയൊരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ശരീരത്തിലെ എല്ലാ എല്ലുകളും നുറുങ്ങുന്ന വിധത്തിലാണ് ഒരു കുഞ്ഞിനെ പ്രസവിക്കുക എന്ന് പറയുന്നത്. മാതൃത്വത്തെക്കാൾ വലിയ ഒന്നും ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടുമില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു കുഞ്ഞ് ദാരുണമായി കൊല്ലപ്പെടുന്നു. അതിനുശേഷം 2ാമത്തെ കുഞ്ഞും 9 വയസ്സും കേവലം 9 വയസ്സ് മാത്രമുള്ള അമ്മയുടെ സംരക്ഷണയിൽ കഴിയേണ്ട ആ കുഞ്ഞും ദാരുണമായി കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. എന്തൊരു നാടാണിത്? എങ്ങനെയാണിത് ഇവർക്ക് പറ്റുന്നത്? എന്ത് സുരക്ഷിതത്വമാണ് ഇവർക്കുള്ളത്? ഇതൊക്കെ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തതും ഇതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തതും ഈ വീട് ചീട്ടുകളിയുടെ കേന്ദ്രമാക്കിയതും മദ്യപാനത്തിൻ്റെ കേന്ദ്രമാക്കിയതും മറ്റു ചില താല്പര്യങ്ങൾക്ക് പുറത്താണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇവരോടൊപ്പം അവർക്ക് നീതിക്ക് വേണ്ടി നിന്ന ആളുകളെല്ലാം വിഡ്ഢികളായിട്ടുണ്ട്. അതിൽ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. CBI വന്നതുകൊണ്ട് നമുക്ക് ഈ സത്യം അറിയാൻ പറ്റി. പക്ഷേ ചില ദളിത് സംഘടനകളൊക്കെ പറയുന്നുണ്ട് ഇവരൊരു ദളിതരായതുകൊണ്ടാണ് ഇപ്പം അമ്മയെ പ്രതി ചേർത്തത് എന്ന്. അവരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. അവിടെയും വന്ന് ദളിത് സ്നേഹം നിങ്ങൾ പറയരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ദളിത് ആയാലും ആ മരണപ്പെട്ട കുട്ടികളും ദളിതരായിരുന്നു എന്നുള്ളത് ഈ ദളിത് സംഘടനകളൊക്കെ ആലോചിച്ചാൽ നല്ലത് എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളൂ.